ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബാത്റൂമിലേക്ക്, അതായത് ഫസ്റ്റ് ഫ്ലോർ, അതുപോലെ ഗ്രൗണ്ട് ഫ്ലോർ, അങ്ങനെ ഓരോ ഫ്ലോറുകളിലേക്ക് വരുന്ന ബാത്റൂമുകളിലേക്ക് മെയിനായിട്ട് വരുന്ന പൈപ്പ് ലൈനുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന 4-5 പൈപ്പാണ് ഡ്രൈനേജിൻ്റെ പൈപ്പ്. അതായത് 4-5 എന്ന് പറയും 110 mm പൈപ്പാണ് വരുന്നത്. അതിപ്പോൾ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആദ്യത്തെ പൈപ്പാണ് വന്നിരിക്കുന്നത്. അത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതായത് നേരെ നമുക്കിനി സെപ്റ്റിക്കിൻ്റെ കുഴിയിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നീറ്റായിട്ടാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം തന്നെ ബെൻഡ്, അതുപോലെ തന്നെ ബ്ലോക്ക് വരാത്തുള്ള 45 അങ്ങനത്തെയുള്ള ഫിറ്റിങ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലേക്ക് ഒരു എയർ കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, 4-5 പൈപ്പിന് ഏറ്റവും മുകളിലേക്ക് വാർക്ക് തുളച്ച് ഏറ്റവും ടോപ്പിലേക്ക് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഏരിയയിൽ സെപ്റ്റിക്കിൽ നിന്ന് വരുന്ന എയറും കാര്യങ്ങളൊക്കെ, സ്മെല്ല് കാര്യങ്ങൾ വീട് മൊത്തം വ്യാപിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഭാവിയിൽ ഒരു 5-6 വർഷം കഴിയും. ആദ്യമൊന്നും പ്രശ്നം ഉണ്ടാവില്ല, പിന്നീടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ ഏറ്റവും മുകളിലേക്ക് ഉയർത്തി കളയുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അടുത്ത സെക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്ന വെള്ളം പോകുന്ന ട്രാപ്പ്, മൾട്ടി ട്രാപ്പ് കൊടുക്കാറുണ്ട്. അതിൽ നിന്ന് വരുന്ന 2 ഇഞ്ച് പൈപ്പാണ്, 63 mm പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഇതുപോലെ തന്നെ ഒരു ടീ കൊടുത്തതിന് ശേഷം നേരെ എയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എയർ കൗൾ കൊടുത്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, എയറിൻ്റെ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് വെള്ളം ഒട്ടും ബ്ലോക്ക് ഇല്ലാത്ത രീതി സുഗമമായിട്ട് പോവുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കുഴിയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുഴിയിൽ നിന്ന് സ്മെല്ല് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കുളിക്കുന്ന വെള്ളം കണക്ട് ചെയ്യേണ്ടത് വേറൊരു സെപ്പറേറ്റ് കുഴിയിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് അധികം സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് എയർ ആ ബാത്റൂമിൻ്റെ അടുത്ത് തന്നെ കൊടുത്തത്. പിന്നെ അടുത്ത സെക്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു 1 ഇഞ്ച് പൈപ്പാണ്. ഈ 1 ഇഞ്ച് പൈപ്പാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമിലേക്ക് വരുന്ന മെയിൻ കണക്ഷൻ വരുന്നത്. ഇത് നമുക്ക് താഴെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. കാരണം മുകളിൽ കയറി ചിലപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ, ഓൺ ചെയ്യാനോ കാര്യങ്ങൾ സാധിക്കില്ല. അപ്പോൾ ഏറ്റവും താഴെ നിന്നും വെള്ളം, ഏറ്റവും താഴെ വാട്ടർ ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് ഏറ്റവും താഴെ വന്നതിന് ശേഷം അതിൽ നിന്ന് മുകളിലേക്കാണ് നമ്മൾ കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ അത്രയും പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ താഴെ നിന്നും നമുക്ക് അതിൻ്റെ വാൽവ് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ, നമ്മൾ വാൽവ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ താഴെ നിന്ന് നമുക്ക്, അതായത് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന രീതിയിൽ 1 ഇഞ്ച് വാൽവാണ് കൊടുത്തിരിക്കുന്നത്. 32 mm പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വരുന്ന പൈപ്പുകൾ 4 ഇഞ്ച് പൈപ്പ്, 110 mm പൈപ്പ്, 63 mm പൈപ്പ്, അതായത് 2 ഇഞ്ച് പൈപ്പ്, ഡ്രൈനേജിന് വേണ്ടിയിട്ട് 4 kg പൈപ്പാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ 1 ഇഞ്ച് പൈപ്പ്, 32 mm പൈപ്പ്. ഇങ്ങനെ 3 പൈപ്പുകളാണ് മെയിനായിട്ട് വരുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറൊന്നുമില്ല, ബാത്റൂമിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഡ്രൈനേജിൽ നിന്ന് ഒരു എയറിൻ്റെ പൈപ്പ് നമ്മൾ ഏറ്റവും എൻഡിലുള്ള ബാത്റൂമുകളിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അത്രയും സേഫ്റ്റി ആയിട്ട് ഒരിക്കലും സ്മെല്ലില്ലാത്ത രീതിയിൽ നമുക്ക് ബാത്റൂമിൻ്റെ അകത്താണെങ്കിലും വീടിന് ചുറ്റുമാണെങ്കിലും സ്മെല്ലില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.